ഓക്കെ, ഇന്ന് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് മൾട്ടി ഔട്ട്പുട്ട് ഗേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് വരുന്ന ഏതെങ്കിലും ഒരു ഗിവൺ സർക്യൂട്ടറി നമ്മൾ ഗേറ്റ്സ് ഉപയോഗിച്ചുള്ള ഇംപ്ലിമെൻറ്റേഷൻ തന്നെയാണ് ഇവിടെ ബേസിക്കലി വരുന്നത്. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സ്ഥലങ്ങളിൽ പോലെ ഇത് വരച്ച് വെച്ചിട്ടുണ്ട്, സമയം കളയണ്ട എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ഇന്നുകൊണ്ട് തീർക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട്. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ബി സി ഇസ് ഈക്വൽ ടു summation of min terms 0 to 6, 7. This is the second function. So this is the first function f of abc. This is the second function g of abc, which is equal to summation of min terms 1, 3, 6, 7. Okay, so f in the corresponding ആയിട്ടുള്ള k map ഞാൻ വരച്ചിട്ടുണ്ട്, g യുടെ corresponding ആയിട്ടുള്ള k map വരച്ചിട്ടുണ്ട്. k map reduce ചെയ്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ reduce ചെയ്ത് കിട്ടുന്ന അതിന്റെ corresponding equations for f and g. ഇത്ര സാധനങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. Okay, so അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ സപ്പോസ് ഇത് ഷെയർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, നമുക്കിപ്പോൾ രണ്ട് രീതിയിൽ ബേസിക്കലി ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഒരെണ്ണം എന്ന് പറയുന്നത് ഈസ് ബൈ ഷെയറിങ് ഓഫ് ഗേറ്റ്സ് ആൻഡ് ദ അതർ വൺ എന്ന് പറയുന്നത് ഈസ് നോട്ട് ഷെയറിങ്, വിച്ച് മീൻസ് നമ്മൾ ഗേറ്റ്സ് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളത്. അങ്ങനെ രണ്ട് രീതിയിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പോൾ ക്വസ്റ്റനിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, ഷെയർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാത്ത രീതിയിൽ ഈ ഗിവൺ ഫംഗ്ഷൻ എങ്ങനെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആയിരിക്കും മിക്കവാറും ചോദിക്കാനായിട്ട് സാധ്യത. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തെ സമയത്ത് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ഒന്ന് നോക്കി, ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എത്ര ഗേറ്റ്സ് വേണം നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താ ഏത് ഗേറ്റാണ് വേണ്ടിയത്, ഈ ഒരു എ ബാർ സി ബാർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം എ ബാർ കിട്ടണം, പിന്നെ സി ബാർ കിട്ടണം അല്ലേ. വിച്ച് മീൻസ് ഇവിടെ എത്ര നോട്ട് ഗേറ്റ്സ് വേണം, 2 നോട്ട് ഗേറ്റ്സ് വേണം. പിന്നെ എ ബാറിനെ സി ബാറിനെയും കൂടെ ആൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ആൻഡ് ഗേറ്റ് വേണം, ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് വേണം, എ ബിനെയും കൂടെ ആൻഡ് ചെയ്യാനായിട്ട് ഒരു ആൻഡ് ഗേറ്റ് വേണം. സോ 2 ആൻഡ് ഗേറ്റ്. ഓർ ഗേറ്റ് എത്ര എണ്ണം വേണം, ഈ ഒരു പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓർ ഗേറ്റും വേണം. സോ ഒരു ഓർ ഗേറ്റ് അല്ലേ. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഗേറ്റ് റിക്വയർഡ്സ്, ഈ ഒരു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്പർ ഓഫ് ഗേറ്റ്സ് റിക്വയർഡ് എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. ഇപ്പോൾ ജിയുടെ കേസ് നോക്കിക്കേ, ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ ഈ എ ബാറിനെ ഇവിടെ എ ബാർ അല്ലെങ്കിൽ ജിക്ക് വേണ്ടിയിട്ട് എ ബാറിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. മീൻസ് ജിക്ക് വേണ്ടിയിട്ട് ഒരു എ ബാർ വേണമെങ്കിൽ ഞാൻ വീണ്ടും ഒരു നോട്ട് ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് എ ബാറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെയും ഒരു നോട്ട് ഗേറ്റ് വേണം. ദെൻ എ ബാർ സി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു ആൻഡ് ഗേറ്റ് വേണം. എ ബി ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ ഒരു ആൻഡ് ഗേറ്റ് വേണം അല്ലേ. സോ നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്സ് 2, ഓർ ഗേറ്റ് ഈ എ ബാർ സി പ്ലസ് എ ബി, ഇത് രണ്ടും കൂടെ ചെയ്യാനായിട്ട് ഒരു പ്ലസ് ആണ് കാണിച്ചിരിക്കുന്നത്. 2 ടേംസ് അല്ലേ തന്നിട്ടുള്ളൂ. അപ്പോൾ therefore ഒരു ഓർ ഗേറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് ഗേറ്റ്സ് എന്ന് പറയുന്നത് 4. സോ വിച്ച് മീൻസ് അപ്പം നമുക്ക് ടോട്ടൽ ഷെയർ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ടോട്ടൽ എത്ര ഗേറ്റ്സ് ആണ് വേണ്ടി വരുന്നത്, നോട്ട് ഗേറ്റ് 3 എണ്ണം, ബാക്കിയെല്ലാം കൂടെ കൂട്ടി 6 എണ്ണം അല്ലേ. സോ വിച്ച് മീൻസ് ടോട്ടൽ നമുക്ക് 9 ഗേറ്റ്സ് ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമുക്ക് വേണ്ടി വരുന്നത് 9 ഗേറ്റ്സ് ആണ്. ഇഫ് നോ ഷെയറിങ് അല്ലേ. ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതിന് രണ്ടിനും ഡിഫറെൻറ്റ് ഗേറ്റ്സ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് വരയ്ക്കണേ. നമ്മൾ പ്രത്യേകിച്ച് ഇനി വീണ്ടും വരയ്ക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കാത്ത കേട്ടോ. എ ബാർ എ കൊടുത്തിട്ടുണ്ടെങ്കിൽ എ ബാർ കിട്ടും, എ ബാർ സി, അതേപോലെ തന്നെ എ ബി രണ്ടും കൂടെ ഓർ ഗേറ്റിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ പണ്ട് ഡിവിഡിക്കകത്ത് ഇഷ്ടംപോലെ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഇംപ്ലിമെൻറ്റേഷനിലേക്ക് ഇത്ര ഡെപ്തിലേക്ക് പോകുന്നില്ല. ഓക്കെ, സോ ഇതും അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, നമ്മൾ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നതാണ്. ഓക്കെ, സോ അപ്പം ഇത്രയുമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ, ഗേറ്റ്സ് ഒന്നും ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ സപ്പോസ് ഇത് രണ്ടും കൂടെ ഒന്ന് നോക്കിക്കേ, ഈ ഒരു 2 ടേംസ് ഒന്ന് നോക്കിക്കേ, ഏതെങ്കിലും കോമൺ ടേംസ് കാണുന്നുണ്ടോ? ഉണ്ട്. ദിസ് എ ബി അല്ലേ. ദിസ് എ ബി എന്ന് പറയുന്ന ടേം രണ്ടിടത്തും കോമൺ ആണ്. അതേപോലെ തന്നെ ഇനിയിപ്പം ഈ ഒരു എ ബാർ ഇവിടെയും ഉണ്ട് അല്ലേ. അപ്പം ഇനി ഷെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ എന്തായാലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തായാലും നമ്മൾ നോട്ട് ഗേറ്റ് എടുത്തേ പറ്റുള്ളൂ അല്ലേ. അപ്പം നമുക്ക് ഓരോ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലല്ല നമുക്ക് വേണ്ടി, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഗേറ്റ്സ് മാത്രമാണ് നോക്കേണ്ടതായിട്ടുള്ളൂ. കാരണം ഇത് രണ്ടും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ സർക്യൂട്ടറിയാണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് നോട്ട് ഗേറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ 2 ഗേറ്റ് ഇവിടെ അങ്ങ് എടുക്കുവാണ്, എ ബാർ സി ബാറിന്. അപ്പോൾ എ ബാർ ഞാൻ ഇവിടെ എടുത്തു പോയിട്ടുണ്ട്. നോട്ട് ഗേറ്റ് 2, ആൻഡ് ഗേറ്റ് എന്തായാലും 2 എണ്ണം ഇല്ലാതെ പറ്റത്തില്ല. സോ ആൻഡ് ഗേറ്റ് നമുക്ക് 2, അതേപോലെ തന്നെ ഓർ ഗേറ്റ് 1 എണ്ണം ഇല്ലാതെ പറ്റത്തില്ല. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നോട്ട് ഗേറ്റിൻ്റെ ആവശ്യം വരുന്നുണ്ടോ? ഇല്ല, കാരണം എ ബാർ ഓൾറെഡി ഞാൻ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. therefore നോട്ട് ചെയ്യാൻ വീണ്ടും കൂട്ടുന്നില്ല. therefore 0 ഇട്ട് വിടുവാണ്.
ഇനിയിപ്പം ആൻഡ് ഗേറ്റ് നോക്കിക്കേ. ആൻഡ് ഗേറ്റ് എന്തായാലും നമുക്ക് ഇവിടെ രണ്ടെണ്ണം വേണ്ടി വരും. രണ്ടെണ്ണം വേണ്ടി വരുമോ? ഇല്ല. കാരണം ഈ ഒരു എ ബി ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. സോ ഈ എ ബിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു ഗേറ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ ഞാൻ ആ എ ബിക്ക് വേണ്ടിയിട്ട് ഒരു ഗേറ്റിനെ അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ രണ്ട് ഫംഗ്ഷനും കൂടെ, കാരണം ഇത് ഒറ്റ സർക്യൂട്ടാണ്, എഫും ജിയും ഔട്ട് തരുന്ന ഒരൊറ്റ സർക്യൂട്ടറിയാണ്. അപ്പോൾ അതിന് രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആൻഡ് ഗേറ്റ് ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻഡ് ഗേറ്റ് ഞാൻ 1 എഴുതുന്നുള്ളൂ. നേരത്തെ നമ്മൾ 2 ആയിരുന്നു, ഇപ്പോൾ 1 ആക്കി. ഇനിയിപ്പോൾ ഓർ ഗേറ്റ് എന്തായാലും ഒരെണ്ണം ഇല്ലാതെ പറ്റത്തില്ല. സോ ടോട്ടൽ നമ്പർ ഓഫ് ഗേറ്റ്സ് വരുന്നത് ഇവിടെ 5 തന്നെ ഇട്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ ഇവിടെ 2. സോ ടോട്ടൽ നമുക്ക് 7 ഗേറ്റ്സ് മാത്രമാണ് ഷെയർ ചെയ്യുമ്പോൾ വേണ്ടി വരുന്നത്. ഷെയർ ചെയ്യുമ്പോൾ 7 ഗേറ്റ്സ് മാത്രമാണ് ഷെയറിങ്ങിൽ നമുക്ക് ആവശ്യം വരുന്നത്, അല്ലേ? ഇനി സോ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ സൈഡ് ജസ്റ്റ് മുകളിലായിട്ടൊന്ന് വരച്ച് കാണിക്കുന്നുള്ളൂ. എനിക്കൊന്നും ഞാൻ അതിന് വേണ്ടി സെപ്പറേറ്റ് സ്പേസ് ഇട്ടിട്ടില്ല എന്ന്. ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ വരച്ചേക്കാം. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ടേം ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തു, എ ബാർ സി ബാർ പ്ലസ് എ ബി. അപ്പോൾ ഞാൻ എ ബാർ ഓൾറെഡി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ടേം ആണ് വേണ്ടിയത്? എ ബാർ സി, അല്ലേ? അപ്പം ഈ ഒരു എ ബാർ സി ബാർ അല്ലായിരുന്നു, എ ബാർ സി ബാർ ഇതെന്ന് പറയുന്നത് ദിസ് ഈസ് എ ബാർ സി ബാർ, ദിസ് ഈസ് എ ബി, അല്ലേ? സോ ഇതെന്ന് പറയുന്നതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഇതെന്ന് പറയുന്ന എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും. ഈ ഒരു എ ബിനെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, എ ബിനെ ഞാൻ ഷെയർ ചെയ്തു. അതേപോലെ തന്നെ എ ബാറിനെയും കൂടെ ഞാൻ ഷെയർ ചെയ്യുകയെന്ന് വിചാരിക്കാം. വേറൊരു കളർ ഇട്ട് ജസ്റ്റ് അതിനെ ഒന്ന് ക്രോസ് ചെയ്യുന്നുണ്ട്. എ ബാർ, ഓക്കെ. സോ എ ബാറും കിട്ടി. അതേപോലെ തന്നെ എ ബി നമുക്ക് ഷെയറിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് വേണ്ടി എന്താണ്? എ ബാർ സി, അല്ല? സി ഇപ്പം ഞാൻ ഇവിടുന്ന് വീണ്ടും വരയ്ക്കുന്നതായിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ടും കാണിക്കുന്നുള്ളൂ കേട്ടോ. സോ ഇതെന്ന് പറയുന്നത് എ ബാർ സി കിട്ടി. ഈ കിടക്കുന്ന ലൈൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എ ബി. സോ എ ബാർ സി പ്ലസ് എ ബി, ഇതിന് രണ്ടിനെയും കൂടെ നമുക്കൊരു ഓർ ഗേറ്റിലേക്ക് കൊടുത്താൽ മതി. സോ ദാറ്റ് ഈസ് ജി. ഓക്കെ, സോ ഇപ്പോൾ ടോട്ടൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എത്ര ഗേറ്റ്സ് വേണ്ടി വന്നു? നമുക്ക് നമ്മുടെ നോട്ട് ഗേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ 2 നോട്ട് ഗേറ്റ്, 2 + 0 2, ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് 2 + 1 3 ആൻഡ് ഗേറ്റുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 + 1 2 ഓർ ഗേറ്റ്സ്. സോ ദിസ് ഈസ് ദ ഫൈനൽ ഇംപ്ലിമെൻറ്റേഷൻ. ഞാനിപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് തിക്കിക്കൂട്ടി വരച്ചിരിക്കുന്നതാണ്. ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഒരു പേജ് എടുത്ത് വരയ്ക്കാത്തത്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റത്തെ ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത് നമുക്ക് കെ മാപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ചെയ്തപ്പോൾ ഒരു ബേസിക് ക്വസ്റ്റൻ ആയതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, സോ ഡയറക്റ്റ്ലി തന്നെ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ ദിസ് ഈസ് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെയിം തന്നെയാണ് നമ്മളുടെ മൾട്ടി ഔട്ട്പുട്ട് ഗേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഫോർ ദ ഗിവൺ ഫംഗ്ഷൻസ് എഫ് ഇസ് ഇക്വൽ ടു സംതിങ് ആൻഡ് ജി ഇസ് ഇക്വൽ ടു സംതിങ്. സോ എഫ് ഇസ് ഇക്വൽ ടു സമ്മേഷൻ ഓഫ് മിൻ ടേംസ് 0, 1, 6 ആൻഡ് ജി ഓഫ് എ ബി സി ഇസ് ഇക്വൽ ടു സമ്മേഷൻ ഓഫ് മിൻ ടേംസ് 2, 3, 6. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് കെ മാപ്സ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. എഫ് ഇസ് ഇക്വൽ ടു ജി ഇസ് ഇക്വൽ ടു നമ്മൾ സാധാരണഗതിയിൽ കെ മാപ്പ് ചെയ്യുന്ന പോലെ തന്നെ വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഷെയറിംഗ് ഇല്ല എങ്കിൽ നമുക്ക് എത്ര ഗേറ്റ്സ് വേണ്ടി വരും? നേരത്തെ പോലെ തന്നെ ആലോചിച്ച് നോക്കിയേ, എ ബാർ ബി ബാർ സി ബാർ. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ഗേറ്റും എല്ലാം കൂടെ ഒന്ന് നിങ്ങളൊന്ന് പയ്യെ കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. 12th നമുക്ക് വേണ്ടി വരുന്നതെന്ന് പറയുന്നത് 5 ഡിഫറെൻറ്റ് നോട്ട് ഗേറ്റ്സ് നമുക്ക് വേണ്ടി വരും. ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ 3 ഇവിടെ 2, അല്ലേ? സോ ടോട്ടൽ 5 ഡിഫറെൻറ്റ് നമുക്ക് നോട്ട് ഗേറ്റ്സ് വേണ്ടി വരും. അതേപോലെ ടോട്ടൽ ഇവിടെ 1, 2, 3, 4, 5 നമുക്ക് 6 ഗേറ്റ്സ്. ഇപ്പോൾ ഇവിടെ ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എ ബി സി ബാർ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക? 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണെങ്കിൽ നമുക്കറിയാം എ ബി സി ബാർ ഒരെണ്ണം എയും ഒരെണ്ണം ബിയും ഒരെണ്ണം സി ബാറും ആണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ഒക്കെ നമ്മൾ നേരത്തെ ഡിവിഡിക്കകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും വരയ്ക്കുന്നുണ്ടാവുക? ഒരെണ്ണം എ ബി, പിന്നത്തെ എന്ന് പറയുന്നത് ഏതായിരിക്കും?
ഈ ഒരു ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഔട്ട് എന്ന് പറയുന്നത് എടുത്ത് നമ്മൾ വീണ്ടും ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? സി ബാറിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എ ബി സി ബാർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ആൻഡ് ഗേറ്റിന് പകരം 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ടോട്ടൽ നമ്മൾ 2 ആൻഡ് ഗേറ്റ്സുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. അല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതുമ്പോൾ ബ്രാക്കറ്റിൽ സ്പെസിഫൈ ചെയ്യണം യൂസിങ് 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഓർ ഗേറ്റ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഓക്കെ, സോ അപ്പോൾ നമ്മളൊരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര ഗേറ്റ്സ് വേണ്ടി വരും നോക്കിക്കേ. ഇവിടെ 1, ഇവിടെ 2 വേണ്ടി വരും അല്ലേ? 2 + 1 3, ഇവിടെ 4, ഇവിടെ 5 അല്ലേ? പിന്നെ 2 OR ഗേറ്റ്സ് 6, 7, ടോട്ടൽ 7 ആൻഡ് ആസ് വെൽ ആസ് OR ഗേറ്റ്സ് പ്ലസ് 5 ഇൻവേർട്ടേഴ്സ് അല്ലേ? അപ്പോൾ ടോട്ടൽ 12 ഗേറ്റ്സ് നമുക്ക് നോ ഷെയറിംഗ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 12 ഗേറ്റ്സ് ആണ് നമുക്ക് വേണ്ടി വരിക. by using 2 input gates. 2 input and മാത്രമല്ല എല്ലാ ഗേറ്റ്സും 2 input gates ആണ് എക്സെപ്റ്റ് നോട്ട്. ബാക്കി ആൻഡ് ഓറും എല്ലാം നമ്മൾ 2 input gates ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ടോട്ടൽ വരുന്നത് 12 ഗേറ്റ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ഷെയറിംഗ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ രണ്ടായിട്ട് തന്നെ വരച്ച് എഫിൻ്റെ ജീൻ്റെ ഔട്ട് എടുക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ എന്താണ് വേരിയേഷൻ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടതായിട്ട് ഉള്ളത്. സോ അപ്പം നോക്കിക്കേ, ഈ 2 ടേംസ് ഒന്ന് നോക്കിക്കേ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഇസ് ഇക്വൽ ടു എ ബാർ ബി ബാർ, ഇവിടെ എ ബി സി ബാർ അല്ലേ? ഇവിടെ എ ബാർ ബി ബി സി ബാർ ഒറ്റയടിക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇതിനകത്ത് കോമൺ ആയിട്ടൊന്നും തന്നെ ഒരു ടേമും വരുന്നില്ല. അപ്പം നമുക്കിനി കോമൺ ആക്കാൻ പറ്റുന്ന വല്ല എലമെന്റ് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് നോക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മളുടെ കെ മാപ്പ് ആണ് അല്ലേ? അപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു 1ന്റെ ലൊക്കേഷൻ നോക്കിയേ, അതായത് 0 1 2 3 4 5 6 7, അതായത് 6th മിനിറ്റ് ഇത് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്നത് ഇതാണ് നമ്മുടെ 6th എന്ന് പറയുന്നത് അല്ലേ? സോ അപ്പോൾ നമ്മുടെ 6th മിനിറ്റ് വരുന്ന കറസ്പോണ്ടിങ് സെല്ലിൽ നമുക്ക് ഓരോ വൺസ് കിടപ്പുണ്ട് 2ന്റെ കേസിലും അല്ലേ? അതായത് എഫിൻ്റെ കേസിലാണെങ്കിലും ശരി, ജിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും ശരി, നമുക്ക് 6 എന്ന് പറയുന്ന നമ്മുടെ കറസ്പോണ്ടിങ് സെല്ലിൻ്റെ അകത്ത് നമുക്ക് ഒരു 1 കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ സാധാരണ നമ്മൾ ട്രഡീഷണലി കെ മാപ്പിൻ്റെ മാപ്പിംഗ് പഠിച്ചിരിക്കുന്നത് എന്താണ്? നിയറസ്റ്റ് ഏതെങ്കിലും ആയിട്ട് ഓവർലാപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓവർലാപ്പ് ചെയ്യിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ലാർജസ്റ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രൂപ്പിങ്ങിൻ്റെ കേസിൽ നമുക്ക് കോമൺ ടേംസിനെ വരുത്തിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ വി മേ നോട്ട് ഓവർലാപ്പ്. അതാണ് ഇവിടെ ഉള്ള ഒരു ബേസിക് ഡിഫറൻസ്. നമ്മൾ റെഗുലർ കെ മാപ്പ് തൊട്ടുമുമ്പത്തെ പ്രോബ്ലത്തിന് അങ്ങനെ ഇഷ്യൂ ഇല്ലായിരുന്നു. ഓൾറെഡി ആ ക്വസ്റ്റിനകത്ത് തന്നെ സെയിം ടേം തന്നെ രണ്ടിടത്തും വരുന്നുള്ളത് കൊണ്ടും അങ്ങനത്തെ ഷെയറിങ്ങിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്നതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് ഈ ഒരു സംഭവം ഇല്ലാഞ്ഞ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം വേറെ കോമൺ ടേംസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 1 എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ 6th സെല്ലിൽ കിടക്കുന്ന 1 എന്ന് പറയുന്നത് രണ്ടിടത്തും ഉണ്ട്, അല്ലെങ്കിൽ എഫിൻ്റെയും ജിൻ്റെയും കറസ്പോണ്ടിങ് കെ മാപ്സിലുണ്ട്. സോ അപ്പോൾ ഇതിനെ നമ്മൾ മാപ്പ് ചെയ്യുന്നതിൻ്റെ അകത്ത് ചെറിയൊരു ഡിഫറൻസ്, ആദ്യത്തെ ഇത് രണ്ടും നമ്മൾ അങ്ങനെ തന്നെ മാപ്പ് ചെയ്യാണ്. ഈ 1നെ നമ്മൾ ഓവർലാപ്പ് ചെയ്യിക്കാതെ ഒറ്റയ്ക്ക് മാപ്പ് ചെയ്യുവാണ്. ഇതാണ് ഇതിൻ്റെ മേജർ ഡിഫറൻസ്. ഓക്കെ, സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേമിനെ കോമൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ കോമൺ ആയിട്ട് കിട്ടാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇവിടെ എന്ന് പറയുന്നത് എ ബി സി ബാർ. ഇതിൻ്റെ കറസ്പോണ്ടിങ് ടേം എന്തായിരിക്കും? അതിന് നമ്മൾ മാപ്പ് അല്ലെങ്കിൽ സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ ഒറ്റേ ഉള്ളൂ. സോ എ ബി സി ബാർ ആയിരിക്കും നമുക്കിവിടെ കിട്ടുക അല്ലേ? സോ ഇതെന്ന് പറഞ്ഞാലോ ഏതാണ് വരുന്നത്? എ ബാർ ബി അല്ലേ? സോ അപ്പോൾ നമ്മളുടെ ഷെയർ ചെയ്യുന്ന സമയത്ത്, ഷെയർ ചെയ്യാത്ത സമയത്തും നമുക്ക് എ ബാർ ബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു. ഇവിടെ ബി സി ബാറിന് പകരം നമ്മൾ എന്ത് വെച്ചെടുക്കുന്നു? ഇതിനെ ഓവർലാപ്പ് ചെയ്യിപ്പിക്കാതെ, കാരണം ഒരു കോമൺ ടേമിനെ നമുക്ക് രണ്ടിലും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ടേമിനെ നമുക്ക് ഓവർലാപ്പ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ കിട്ടുമെങ്കിൽ വി മേ നോട്ട് ഡു ദാറ്റ് ഓവർലാപ്പ്. അതാണ് ഇവിടെയുള്ള കെ മാപ്പിൻ്റെ ഒറ്റ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ പ്രോസസ്സും സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എ ബി സി ബാർ എന്ന് പറഞ്ഞ ടേം അതിവിടെ കിടപ്പുണ്ട് അല്ലേ? സോ ആ എ ബി സി ബാർ എന്ന് പറഞ്ഞ ടേമിനെ കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഓവർലാപ്പ് ചെയ്യാതെ എടുത്തിരിക്കുന്നത്. Therefore I can rewrite my G. ഓക്കെ, സോ ജി എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് വരും? എ ബാർ ബി പ്ലസ് എ ബി സി ബാർ, which means we have got a
കോമൺ ടേം. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്പർ ഓഫ് ഗേറ്റ്സ് റിക്വയർഡ് അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടൽ നമുക്ക് വേണ്ടി വരുന്ന ഇൻവേർട്ടേഴ്സ് എന്ന് പറയുന്ന 5 ഇൻവേർട്ടേഴ്സും 7 ആൻഡ് ഓർ ഗേറ്റ്സ്, അതായത് ടോട്ടൽ നമുക്ക് 12 ഗേറ്റ്സ് വരണമായിരുന്നു നമ്മൾ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. സോ അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ ഷെയറിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നമുക്ക് ടോട്ടൽ എത്ര ഗേറ്റ്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇവിടുത്തെ കൺസ്ട്രെയിൻസ് മാറുന്നൊന്നുമില്ല. എ ബാർ ബി ബാർ സി ബാർ എന്ന് പറയുമ്പം 3 ആൻഡ് ഗേറ്റുകളും ഇപ്പം 2 ഇൻപുട്ട് 3 നോട്ട് ഗേറ്റുകളും 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആൻഡ് ഗേറ്റ്, ഇവിടെ 2 ആൻഡ് ഗേറ്റ്, പിന്നെ ഒരു ഓർ ഗേറ്റ് അല്ലേ. ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ എഫിൻ്റെ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് റിക്വയർഡ് ആയിട്ട് വരുന്ന ഗേറ്റ്സിൻ്റെ കൗണ്ടിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴോ നേരത്തെ നമുക്ക് ബി സി ബാറിന് വേണ്ടിയിട്ട്, സി ബാറിന് സെപ്പറേറ്റ് വേണമായിരുന്നു, ബി സിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു ആൻഡ് ഗേറ്റും കൂടെ നമുക്ക് വേണ്ടി വരുന്നുണ്ടായിരുന്നു അല്ലേ. സോ അപ്പോൾ ഇവിടെ നമുക്ക് അതിന് പകരം എ ബി സി ബാറിന് ഒറ്റയടിക്ക് ഷെയർ ചെയ്യാം അല്ലേ. എ ബി സി ബാറിനെ നമുക്കിവിടെ ഓൾറെഡി ഉള്ള ടേം ആയിട്ട് നമുക്ക് ഒറ്റയടിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ടോട്ടലി നമുക്ക് വേണ്ടി വരുന്നത് ആകെ കൂടെ 9 ഗേറ്റ്സ് മാത്രമാണ് നമുക്ക് വേണ്ടി വരുള്ളൂ. 3 ഇൻവേർട്ടേഴ്സ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇവിടുത്തെ 3 ഞാൻ അങ്ങനെ തന്നെ എഴുതുവാണ്. അപ്പോൾ ഇവിടുത്തെ എ ബാർ ബി ബാറിൻ്റെ 1, ഇവിടുത്തെ 2 ആൻഡ് ഗേറ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം ഇവിടുത്തെ എഫിൻ്റെ എഴുതി വെക്കാവേ, അതിനുശേഷം ജിയുടെ എഴുതാം. സോ ഇൻവേർട്ടർ 3, നമ്മളുടെ ആൻഡ് ഗേറ്റ് 2 ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1, ഇവിടെ 2 അല്ല, 2 + 1 3, ഓർ ഗേറ്റ് എന്ന് പറയുന്നത് 1 ഫോർ എഫ്. ഇനി ജിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എ ബാർ ബിയുടെ എ ബാറിന് നമ്മൾ ഷെയർ ചെയ്തു, അപ്പോൾ നോട്ട് ഗേറ്റ് ആവശ്യം വരുന്നില്ല ഇവിടെ, അല്ലെങ്കിൽ ഇൻവേർട്ടർ ആവശ്യം വരുന്നില്ല. ആൻഡ് ഗേറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആൻഡ് ഗേറ്റ്, ഇത് നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്യുന്ന സാധനം, അപ്പോൾ ഒരു ആൻഡ് ഗേറ്റും ഒരു ഓർ ഗേറ്റും മതി അല്ലേ. അപ്പോൾ ടോട്ടൽ നമുക്ക് 3 6 7 ടോട്ടൽ നമുക്ക് 3 ഇൻവേർട്ടേഴ്സും ഇവിടെ 3 6 7 8 9 ടോട്ടൽ നമുക്ക് 9 ഗേറ്റ്സ് മാത്രമാണ് വേണ്ടി വരുന്നുള്ളൂ. ടോട്ടൽ 9 ഗേറ്റ്സ് ഓൺലി വിത്ത് ഷെയറിങ്. നേരത്തെ നമുക്ക് എത്ര ഗേറ്റ്സ് ആയിരുന്നു ഷെയർ ചെയ്യുന്നില്ല, അപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 12 ഗേറ്റ്സ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഓവർലാപ്പിംഗ് നമ്മൾ കളഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര ഗേറ്റ്സ്, 3 നമ്പർ ഓഫ് ഗേറ്റ്സ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റി, വിച്ച് റിസൾട്ടഡ് ഇൻ ജസ്റ്റ് 9 ഗേറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് 12 ഗേറ്റ്സ്. ഓക്കെ, സോ അതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്ന കാര്യം. ഓക്കെ, ക്ലിയർ ആണോ ഇവിടം വരെ? സോളമൻ ക്ലിയർ ആണോ? അതെ മിസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിന് തന്നെ ഒരു സബ്ബാട്ടോ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് മിനിമൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അപ്പോൾ ഇവിടെ നമുക്ക് ഗിവൺ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് എടുത്തിരിക്കുവാണ്. സോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വി ഹാവ് ടു ലുക്ക് ഫോർ വൺസ് ഓഫ് ഈച്ച് ഫംഗ്ഷൻ ദാറ്റ് സച്ച് ദാറ്റ് ദേ ആർ നോട്ട് വൺസ് ഓഫ് ദി അതർ ഫംഗ്ഷൻ. ഓക്കെ, ഏതെങ്കിലും വണ്ണുകൾ നമുക്ക് ഒരു, അതായത് ഇപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഇതെന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, സോ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് എഫിന് മാത്രമായിട്ട് വരുന്ന, അതായത് ഓവർ മീൻസ് രണ്ടിടത്തും, അതായത് ഇപ്പം സെൽസ് നമുക്കറിയാം 0 1 2 3 ഇങ്ങനെ നമ്മൾ 2 അല്ലേ. അപ്പോൾ ഇവിടെ 0-യിലുണ്ട്, ഇവിടെ 0-യിൽ ഇപ്പം നിലവിൽ എന്താണ് പറയുന്നത്, ഇവിടെ നിലവിൽ ഇപ്പോൾ വണ്ണുകളൊന്നും വന്നിട്ടില്ല, പക്ഷെ ഇവിടെ വണ്ണ് വന്നിട്ടുണ്ട് അല്ലേ. അങ്ങനത്തെ കൈൻഡ് ഓഫ് വണ്ണുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഷെയറിങ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇച്ചിരൂടെ ലാർജർ പ്രോബ്ലംസിലൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ അത് നോക്കിക്കേ, എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ജി എന്ന് പറയുന്ന ഫംഗ്ഷനും തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു എഫും ജിയും കെ മാപ്പും ഓൾറെഡി വരയ്ക്കാൻ അറിയാം, ഞാൻ ജസ്റ്റ് അങ്ങ് വരച്ചിട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ നോക്കുന്ന, അതായത് നമ്മുടെ എലമെൻറ്റ്സ്, ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന റെഡ് കളർ കൊടുത്തിരിക്കുന്ന വണ്ണുകൾ കണ്ടോ. സോ ഈ ഒരു പോർഷൻസ് നിങ്ങൾ ഇപ്പുറത്തെ നമ്മുടെ ജിയുടെ കറസ്പോണ്ടിങ് കെ മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ണുകളില്ല അല്ലേ. അപ്പോൾ ദേ ക്യാൻ ബി കോൾഡ് ആസ് യുണീക്ക് വൺസ്, അതായത് തൊട്ട് ഇതിൻ്റെ കൂടുതൽ കിടക്കുന്ന ഫംഗ്ഷൻ ഇല്ല, ഒരു ഫംഗ്ഷന് മാത്രമായിട്ടുള്ള കൈൻഡ് ഓഫ് വണ്ണുകളാണ് ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു റെഡ് കളർ വെച്ച് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബ്ലൂ ലൈൻ ഇട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത് രണ്ടിടത്തും ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വൺ എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ആൻഡ് ദിസ് വൺ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ബ്ലാക്ക് കളർ വെച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു കെ മാപ്പ് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് വണ്ണുകൾ എന്ന് പറയുന്നത് ഈ എഫ് എന്ന് പറയുന്നതിൻ്റെ കെ മാപ്പിൽ ഇല്ല, ഓണി റെഡ് വെച്ച് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ബ്ലാക്ക് ആണ്, കാരണം ഇവിടെയും ആ സെയിം ലൊക്കേഷനിൽ നമുക്കുണ്ട്. പിന്നെ ഈ കിടക്കുന്ന 4 എണ്ണത്തിൻ്റെ അകത്തെ ഈ ഒരു 3 ലൊക്കേഷൻസിൽ നമുക്ക്
ഇല്ല അല്ലേ, ഈ ഒരു 1 മാത്രമാണ് കോമൺ. സോ അതിനെ ബ്ലാക്ക് വെച്ച് കാണിച്ചിട്ടുണ്ട്, ബാക്കി ഞാൻ റെഡ് ഇട്ട്. ഇത് കളർ കോഡ് ഞാൻ ചുമ്മാ ഇട്ടിരിക്കുന്ന കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പരീക്ഷയ്ക്ക് നിങ്ങൾ റെഡിങ്ങും ബ്ലൂവും വെച്ച് വരയ്ക്കണമെന്നില്ലെന്നല്ല, വരയ്ക്കണ്ട, റെഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മാത്രമായിട്ടാണ് ഈ ഒരു കളേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് യൂണീക്ക് ആയിട്ട് വരുന്ന വൺസ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ടേംസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂ വെച്ച് ഞാൻ പെയർ ചെയ്തിരിക്കുന്നതുണ്ടോ, ഇവിടെ ഒരെണ്ണത്തിന് ബ്ലൂ വെച്ച് പെയർ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണത്തിന് ബ്ലൂ വെച്ച് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ മാപ്പ് ചെയ്യാം അല്ലെ. ഒന്നെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ മാപ്പ് ചെയ്യാം, അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മാപ്പ് ചെയ്യാം, ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഇതിനെ വേണമെന്നുണ്ട്, ഇതിനെ നമ്മൾ സാധാരണ നമ്മൾ ഇതിനെ 4നെയും കൂടിയാണ് ഒരു ഗ്രൂപ്പ് ആക്കാറ് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാർജർ ഗ്രൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ റൂള്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിടത്തും കോമൺ ടേംസ് വരുവാണെങ്കിൽ, ഇവിടെ നമ്മളതെല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടേമിനെ രണ്ടിടത്തും കോമൺ ആക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഓവർലാപ്പ് ചെയ്യിപ്പിക്കാതെ സിംഗിൾ ആക്കിയത് അല്ലേ. ആ സെയിം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, ഒരു വ്യത്യാസമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ 4 വേരിയബിൾ കെ മാപ്പ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന മാപ്പിങ്ങിനെ നമ്മൾ ഷെയർ ചെയ്യിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ പകരം ഈ കിടക്കുന്നത് അതേപോലെ ഇവിടെ ഞാൻ ഫോം ചെയ്യാൻ വേണ്ടി നോക്കിയത് കൊണ്ടാണ് ഈ 4നെയും കൂടെ ഇവിടെ മാപ്പ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാത്തത്. സോ അതാണ് അങ്ങനെ യൂണീക്കായിട്ട് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബ്ലൂ വെച്ചൊന്ന് സർക്കിൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ അപ്പം നമുക്ക് ഒറിജിനലി സ്പീക്കിംഗ് കിട്ടുന്ന അതിൻ്റെ എഫ് എന്ന് പറയുന്നതാണ് അതിൻ്റെ പകരം കിട്ടിയിരിക്കുന്ന എഫ് എന്ന് പറയുന്നതാണ് ഇവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബി സി ബാർ ഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഷെയർ ചെയ്ത് കിട്ടിയിരിക്കുന്ന, ഇപ്പോൾ ഈ ബ്ലൂ ഇട്ട് ഞാൻ സർക്കിൾ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വേരിയബിളാണ്. ബാക്കി കിടക്കുന്ന 2 പേഴ്സിൻ്റേത് അപ്പുറം ഇപ്പുറം കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഗേറ്റ്സ് എന്ന് പറയുന്നത് ഹാസ് ബീൻ റെഡ്യൂസ്. നിങ്ങൾ പയ്യെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. ഷെയർ ചെയ്ത് മീൻസ് ഇതിനെ രണ്ടിനെയും കൂടെ ഓവർലാപ്പ് ചെയ്യിപ്പിച്ച് ഗ്രൂപ്പ് ചെയ്തായിരുന്നെങ്കിൽ എത്ര ഗേറ്റ്സ് വേണ്ടി വന്നേനെ. അപ്പോൾ അതാണ് വിത്തൗട്ട് ഷെയറിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ റെഗുലർ കെ മാപ്പിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വിത്തൗട്ട് ഷെയറിംഗ്. ഓക്കെ, സോ ഈ ഒരു കെ മാപ്പിൽ ചെറിയ വേരിയേഷൻ വരുത്തിയിരിക്കുന്നത് നമുക്ക് രണ്ടിടത്തും ഒരേപോലത്തെ ടേംസ് വരുത്തിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ഓവർലാപ്പിംഗ്, ലാർജർ ഓവർലാപ്പിംഗ് ഉപയോഗിക്കാതെ നമുക്ക് ചെറിയ മീൻസ് മാപ്പ് ചെയ്യണം, എന്തായാലും ഗ്രൂപ്പ് ചെയ്യാതെ പറ്റത്തില്ല. പക്ഷെ ഓവർലാപ്പിംഗ് ചിലപ്പോൾ നമുക്ക് ഒന്ന് റീസൈസ് ചെയ്യേണ്ടി വന്നേക്കും. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ വിത്ത് ഷെയറിങ്ങും വിത്തൗട്ടും കൂടെ വിത്തൗട്ട് ഷെയറിങ്ങിലൂടെ എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് കൂട്ടി നോക്കണം കേട്ടോ. ജസ്റ്റ് ആ ഡിഫറൻസ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ആണത്. ഓക്കെ, ഇനിയിപ്പം നേരെ അതോടുകൂടി ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഈ മൊഡ്യൂളിൽ മിച്ചമുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഈസ് റിഗാർഡിംഗ് ദ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ്. സോ ദാറ്റ് ഈസ് PLD എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ്. ഓക്കെ, സോ അപ്പോൾ അതിനകത്ത് ബേസിക്കലി 3 മേജർ കൈൻഡ്സ് ഓഫ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് ആണുള്ളത്. ROM, which is the read only memory, PLA programmable logic array, PAL programmable array logic. എന്നോട് പറയാം, ROM നിങ്ങൾക്കറിയാം, PLA എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ലോജിക് അറേ, PL എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ അറേ ലോജിക്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ ഒരു ആദ്യത്തെ 2 ROM ആൻഡ് PLയുടെ ഇംപ്ലിമെന്റേഷൻ മാത്രമാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. PAL വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ നിലവിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടില്ല. ഓക്കെ, സോ ഇതിൻ്റെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ROM അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ പ്രോഗ്രാമബിൾ ROM ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓർത്തോണം, ROM അല്ലെങ്കിൽ PROM ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സോ അപ്പോൾ അതിൻ്റെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇസ് റിഗാർഡിംഗ് ദ യൂസേജ് ഓഫ് ആൻഡ് അറേ ആസ് വെൽ ആസ് ഓർ അറേ, ഓർ അറേ. ഓക്കെ, സോ അപ്പോൾ ആൻഡ് അറേ എന്ന് പറയുന്നത്, അപ്പോൾ സോ നിങ്ങൾ ഇത്ര ഒന്ന് ഓർത്താൽ മതി, നമുക്ക് മേടിക്കുമ്പോൾ ഒരു ആൻഡ് അറേയും അതേപോലെ തന്നെ ഒരു ഓർ അറേയും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അപ്പോൾ ചിലതെന്ന് പറയുന്നത് ചിലപ്പോൾ ആൻഡ് അറേ നമുക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്കതിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ബട്ട് ദ ഓർ അറേസ് ആർ പ്രോഗ്രാമബിൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബേസിക്കലി സ്പീക്കിംഗ് ഒരു ഫ്യൂസ് ആയിട്ടായിരിക്കും. ഞാൻ ഇതിൻ്റെ നോട്ടും കൂടെ തന്നെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ
പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് ഒരു ഫ്യൂസ് ആയിരിക്കും ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ അപ്പം പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി അത് കണക്റ്റഡ് ആയിരിക്കും. പ്രോഗ്രാമബിൾ അല്ല, ഫിക്സ്ഡ് എന്ന് പറയുമ്പോൾ. സോ പ്രോഗ്രാമബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടാത്തത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ കണക്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാനോ, ഫ്യൂസിനെ ബ്ലോ ഔട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് യൂസേഴ്സിന് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് വരിക. സോ അത് വെച്ചിട്ടാണ് ഇതിനെ പ്രോഗ്രാമബിൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് എന്നുള്ള രണ്ട് ടേംസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ റോം അറേയുടെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ the AND array is fixed while the OR array is programmable. While the case of PLA യുടെ കേസിലാണെന്നുണ്ടെങ്കിൽ both the AND array as well as the OR array both are programmable. PL ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി എന്നുള്ളതേ ഉള്ളൂ. PL എന്ന് പറയുമ്പോഴത്തേക്കും ഈ റോമിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് വരിക. സോ ആൻഡ് ഇവിടെ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ PLലേക്ക് ഒരു ആൻഡ് അറേ എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ആണ്. റോമിൻ്റെ നമ്മുടെ OR array എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ആണെന്നുണ്ടെങ്കിൽ PLലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളുടെ OR array എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു മേജർ ഒരു ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ കൂടുതലായിട്ട് ഇപ്പം നമ്മൾ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ ഇംപ്ലിമെൻറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ യൂസിങ് റോം അല്ലെങ്കിൽ PLA ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. ഓക്കെ, സോ ഈ ഒരു കൈൻഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻസ് എല്ലാം നമ്മൾ ഡീകോഡർ സർക്യൂട്ട്സ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. സോ ഡീകോഡർ നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ മിൻ ടേം ജനറേറ്റർ. ഓക്കെ, സോ ഇത്രയാണ് ഒരു ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പം നേരെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Okay, so this is the question. Implement a circuit using ROM, using ROM which accepts a 2-bit number. ഒരു 2-bit നമ്പറിനെ അക്സെപ്റ്റ് ചെയ്യുന്നു and it generates a binary output. ഒരു 2-bit നമ്പറിനെ എടുക്കുന്നു and there is some output, അല്ലേ, which is equal to the square of the input number. ഒരു 2-bit നമ്പറിനെ ഇൻ ചെയ്യുന്നു, ആ 2-bit നമ്പറിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് will be the square of that input. ഓക്കെ, ഈ ഒരു സർക്യൂട്ടിനെ നമുക്ക് റോം വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് ഡീകോഡർ വെച്ചിട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇൻപുട്ട് എന്ന് പറയുന്നത് എത്ര ബിറ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 2 bit അല്ലേ. സോ അപ്പോൾ ആദ്യം നമുക്ക് ഇൻപുട്ട് എന്ന് എഴുതി നോക്കാം. ഇൻപുട്ട് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ തൽക്കാലം എയും ബിയും കൂടെ കൊടുക്കുവാണ്. ഓക്കെ, ഇപ്പോൾ 0 0 2 ബിറ്റ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ പോസിബിൾ കോമ്പിനേഷൻസ് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? 0 0 0 1 1 0 1 1. ഓക്കെ, നൗ വി നീഡ് ദ ഔട്ട്പുട്ട്സ്. ഓക്കെ, സോ ഔട്ട്പുട്ട്സ് എന്ന് പറയുമ്പോഴേക്കും എത്ര ബിറ്റ് വേണ്ടി വരുമായിരിക്കും? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഈ ഒരു ബൈനറിയുടെ കറസ്പോണ്ടിങ് ഡെസിമൽ എന്ന് പറയുന്നത് 0 1 2 3 അല്ലേ. ഇപ്പോൾ 0യുടെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരണം? 0 1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 വരണം. കാരണം അത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ജനറേറ്റ് ദ ബൈനറി ഔട്ട്പുട്ട് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഇൻപുട്ട് നമ്പർ. 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 4, 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 9. സോ ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ദിസ് എന്ന് പറയുന്നത് ഇസ് 9. സോ 9നെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ബിറ്റുകൾ വേണ്ടി വരും? വിൽ റിക്വയർ എത്ര ബിറ്റ് വേണ്ടി വരും? 3 ബിറ്റ്സ് മതിയോ? പോരാ, വിൽ റിക്വയർ 4 ബിറ്റ്സ്. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ തൽക്കാലം S3 S2 S1 S0 എന്ന് വിളിക്കുകയാണ്. സോ 0യുടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? ബൈനറി എന്താണ്? 0 0 0. 1ൻ്റെയോ 0 0 0 1. 4ൻ്റെയോ 0 1 0 0. 9ൻ്റെയോ 1 0 0 1. So this is the corresponding truth table. Okay, now ഇനിയിപ്പോൾ നമുക്ക് വേണ്ടിയത് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഡീകോഡർ അപ്പോൾ ഏതായിരിക്കും? 2 input ഡീകോഡർ ആണ് അല്ലേ. സോ ഇഫ് n number of input, the output of the decoder will be 2 raised to n. സോ n ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ the output എന്ന് പറയുന്നത് 2 raised to 2 which is equal to 4 അല്ലേ. സോ 2:4 ഡീകോഡർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് S3 S2 S1 S0യുടെ ടേംസ് ഒന്ന് എഴുതേണ്ടതായിട്ടുണ്ട്. സോ S3 ക്യാൻ ബി കോൾഡ് as the summation of min terms. ദിസ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ മിൻ ടേംസും കൂടിയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. M0 M1 M2 M3 കൂടെയാണ് സംഭവം. സോ സമ്മേഷൻ ഓഫ് മിൻ ടേംസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എത്ര വണ്ണുകൾ ഇവിടെ ഉണ്ടെന്ന് നോക്കിയാൽ മതി അല്ലേ. ഏതിൻ്റെ വണ്ണാണ്? 3യുടെ വണ്ണാണ്. ഓക്കെ, സമ്മേഷൻ ഓഫ് മിൻ ടേംസ് 3. ദെൻ S2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സമ്മേഷൻ ഓഫ് മിൻ ടേംസ്, അതിനകത്ത് ഏതാ വന്നേക്കുന്നത്? 2. ദെൻ S3യിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ S1
S1 നോക്കുകയാണെങ്കിൽ ഇവിടെ വണ്ണുകൾ വല്ലതും ഉണ്ടോ? ഇല്ല. Therefore I can say S1 is equal to 0. Then S0 ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ there are 2 ones അല്ലേ? എപ്പോഴൊക്കെയാണ്? M1 and M3. So summation of min terms 1 and 3. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് നമ്മളുടെ ഔട്ട്പുട്ട് ടെർമിനൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതൊക്കെ മിൻ ടേംസിലാണ് ഇത് കണക്ട് ചെയ്യുന്നത് എന്നുള്ള സംഭവം നമുക്ക് കിട്ടി. ഇനി വേണം നമുക്ക് അതിൻ്റെ ഫൈനൽ ഇംപ്ലിമെൻറ്റേഷൻ ഓർ ദ ലാസ്റ്റ് സ്റ്റെപ്പ് വിച്ച് ഇസ് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മൾ ഡീകോഡർ വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന 2:4 ഡീകോഡർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ഈസ് ദ ഡീകോഡർ. ഓക്കെ, സോ ഇൻപുട്സ്, രണ്ട് ഇൻപുട്ട്സ് ഏതൊക്കെയാണ് ഇപ്പോൾ വേരിയബിൾസ് കൊടുത്തിരിക്കുന്നത്? എയും ബി ആണ്. ആ സെയിം വേരിയബിൾസ് തന്നെ ഇവിടെ കൊടുക്കുവാണ്. ഇനിയിപ്പോൾ ഔട്ട്പുട്ട് ലൈൻസ് എത്ര എണ്ണം ഉണ്ട്? 4 ലൈൻസ് ആണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ, സോ അപ്പം S3ക്ക് S2ന് S1ന് S0ന് ഇതിന് മൂന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഓർ ഗേറ്റിനെയാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓറാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വരയ്ക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഷേപ്പ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ സാധാരണഗതിയിൽ എത്ര ഇൻപുട്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ലൈൻസ് ആണ് കാണിക്കാറ്. ഇവിടെ ഇപ്പം നമ്മൾ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ലൈനാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ കണക്ഷൻ ഉണ്ടോ ആ കണക്ഷൻസിനെ മാത്രം നമ്മൾ കാണിക്കുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. സോ ദിസ് ഈസ് S3, S2, S1 and this is S0. ഓക്കെ, സോ അപ്പോൾ S3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നമ്മുടെ 0, 1, 2, 3. 0, 1, 2, 3. ഓക്കെ, സോ S3 എന്ന് പറയുന്നത് ഇസ് സമ്മേഷൻ ഓഫ് മിൻ ടേം 3. അപ്പോൾ 3 എന്ന് പറയുന്ന ലൈനുമായിട്ട് മാത്രമായിരിക്കും ഇതിന് കണക്ഷൻ ഉണ്ടാവുക. ഓക്കെ, യൂസിങ് റോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റോമിൻ്റെ അകത്ത് ആൻഡ് അറേ. അപ്പോൾ എന്ത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ റോം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അറേ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, ഓർ അറേ ഈസ് പ്രോഗ്രാമബിൾ. ഓക്കെ, ഇപ്പോൾ ഡീകോഡറിനകത്ത് നിങ്ങൾക്ക് അറിയാം ആൻഡും ആസ് വെൽ ആസ് നോട്ടും കൂടെ, നോട്ട് ഗേറ്റ്സ് ആസ് വെൽ ആസ് ആൻഡ് ഗേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡീകോഡർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ് അല്ലേ? സോ അപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞിരിക്കുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള ആൻഡ് അറേ ഈ ഡീകോഡറിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പം അത് ഫിക്സ്ഡ് ആണ്, അത് യൂസറിന് പ്രോഗ്രാം ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ തൊടാതെ അതിൻ്റെ ഔട്ട്ലൈൻസ് മാത്രം ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ആൻഡ് അറേ ഈസ് ഫിക്സ്ഡ്. വൈൽ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള അറേ ഏതാണ്? ഓർ അറേ ഈസ് പ്രോഗ്രാമബിൾ. ആ ഓർ അറേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസ് ഇപ്പോൾ കൊടുത്തു. ആ പ്രോഗ്രാം ചെയ്യുന്ന സാധനങ്ങളാണ് ഇപ്പം ഞാൻ ഈ റെഡ് ഇട്ട് ഇപ്പോൾ ക്രോസ് ഇട്ട് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ റെഡ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു ജസ്റ്റ് ഒരു കളർ മാത്രം കേട്ടോ. ഓക്കെ, സോ അപ്പം കണക്ഷൻ വേണ്ടിയത് എവിടെ മാത്രമാണ്? നമ്മളുടെ 3 എന്ന് പറയുന്ന മിൻ ടേമിലേക്ക് മാത്രം കണക്ഷൻ, അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന ഡീകോഡറിൻ്റെ ഔട്ടിലേക്ക് മാത്രം കൊടുത്താൽ മതി. സോ അത് കൊടുത്തു, ബാക്കിയുള്ള ലൈൻസിനൊന്നും കണക്ഷൻ ആവശ്യമില്ല. ഇനി S2 നോക്കുവാണെങ്കിലോ 2 എന്ന് പറയുന്ന ഔട്ടിലേക്ക് മാത്രം കണക്ഷൻ കൊടുത്താൽ മതി, അവിടെ മാത്രം കണക്ഷൻ കൊടുക്കുന്നു. ഇനിയിപ്പോൾ S1 നോക്കിക്കേ, S1 is equal to 0. അപ്പോൾ ഇതിന് 0 ഇപ്പം നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അതിനെ ഗ്രൗണ്ട് ആയിട്ട് കണക്ട് ചെയ്ത് വിടുവാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഗ്രൗണ്ട്, അത് മറന്നു പോകരുത്. പിന്നെ ഉള്ളത് S0. S0 എന്ന് പറയുമ്പോൾ 1 and 3 അല്ലേ? അപ്പോൾ ലൈൻസ് 1ഉം ലൈൻസ് നമ്പർ 3ഉം. സോ 1നെയും 3നെയും കൂടെ നമ്മൾ ഒരു ക്രോസ് വെച്ച് കണക്ട് ചെയ്യും. സോ കണക്ഷൻസ് ഉള്ള പോർഷൻസ് ആണ് ഇപ്പോൾ ഒരു ക്രോസ് വന്നേക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങൾ അതിൻ്റെ മുകളിൽ കൂടെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും കണക്ഷൻസ് ഇല്ല. അതായത് ഇപ്പം നമ്മൾ എന്താണ്, നിങ്ങളിപ്പോൾ നമ്മൾ സർക്യൂട്ട് ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കണക്ഷൻ ഉള്ള സ്ഥലങ്ങളിൽ ഒരു ജംഗ്ഷൻസ് ഒക്കെ നമ്മൾ കാണിക്കുമ്പോൾ ചെറിയൊരു ബബിള് വെച്ച് കാണിക്കില്ലേ? അതിന് സിമിലർ ആയിട്ട് ഇവിടെ ഒരു ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ കാണിക്കാറ്. പിന്നെ വളരെ ചില ടെക്സ്റ്റ് ബുക്സിലൊക്കെ ആ ഒരു ബബിൾ പോലെ തന്നെ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ക്രോസ് ചെയ്ത 3 ലൈൻസ് അങ്ങനെ തന്നെ ക്രോസ് ചെയ്ത് പോകും. കണക്ഷൻസ് ഉള്ള പോർഷൻസിൽ ക്രോസ് ആണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറ്. ഇടയ്ക്ക് മാത്രം ചിലയിടത്തൊക്കെ ബബിൾസ് കാണാറുണ്ട്. അപ്പോൾ ഇത് പ്രോഗ്രാമബിൾ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ക്രോസ് പൊതുവെ യൂസ് ചെയ്ത് വരാറ്. സോ ഇത് ക്ലിയർ ആണോ? ദിയ ക്ലിയർ ആണോ? ദിയ ക്ലിയർ ആണോ? ആൻഡ്രിയ ക്ലിയർ ആണോ? ആൻഡ്രിയ ക്ലിയർ ആണോ? മിന്റു ക്ലിയർ ആണോ? ഓക്കെ,
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതിപ്പോൾ നമ്മൾ റോം വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞിട്ട് നേരെ നമ്മൾ PLA വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ PLA വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. So this is a question. A combinatorial circuit is defined by the functions f1 is equal to summation of minterms 3, 5, 7 and f2 is equal to summation of minterms 4, 5, 7. Implement using PLA having 3 inputs, 3 product terms and 2 outputs. Product terms എത്ര എന്നുള്ളത് നമുക്ക് K-map കഴിയുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. 3 inputs, അത് ഇത്ര നോക്കിയാൽ മതിയില്ലേ. f1 is equal to summation of minterms. മാക്സിമം വന്നിരിക്കുന്ന മിൻടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. therefore നമുക്ക് വേണ്ടി വരുന്ന 7 എന്ന് പറയുന്ന നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് വിൽ ബി 3. സോ ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് അവർ തന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ, വേറെ പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ. സോ ഹിയർ ഇപ്പോൾ നമുക്കറിയാം 3 ഇൻപുട്സ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി 2 ഔട്ട്പുട്ട്സ് f1 ആൻഡ് f2 എന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നെ വളരെ ക്ലിയർ ആണ്. അപ്പോൾ എടുത്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2 ഔട്ട്പുട്ട്സ്. ഇനി പ്രൊഡക്റ്റ് ടേംസ് 3 എണ്ണമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് K-map വരച്ച് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ടു സിംപ്ലിഫൈ ദ ബൂലിയൻ എക്സ്പ്രഷൻ. സോ സിംപ്ലിഫൈ ദ ബൂലിയൻ എക്സ്പ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്? ഇസ് ദ K-map ഫോർ f1 ആൻഡ് f2. K-map വരയ്ക്കാൻ നിങ്ങൾക്കറിയാം, ഗ്രൂപ്പ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. So f1 is equal to AC plus BC, f2 is equal to AB bar plus AC ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 പ്രൊഡക്റ്റ് ടേംസ് ഉണ്ട്, AC ആൻഡ് BC. ഇവിടെ AB bar is a product term, AC is also a product term, but നമ്മളിപ്പോൾ ഷെയറിങ്ങിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ AC is common for f1 and f2 അല്ലേ. സോ വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ ബി ഷെയർഡ്. സോ 3 യൂണീക്ക് ആയിട്ടുള്ള AC is common for both. അത് കൂടാതെ നമുക്ക് വേറെ 2 എണ്ണം വിച്ച് ഇസ് BC ആൻഡ് AB bar. അങ്ങനെ ടോട്ടൽ നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ടേംസ് അല്ലെങ്കിൽ 3 യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ടേംസ് മാത്രമാണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ബീങ് സെഡ് ഓൾറെഡി ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ സ്റ്റെപ്പ് 1. Now the step 2 എന്ന് പറയുന്നത് is the most important step, which is the PLA program table. PLA program table ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. സോ PLA program table അകത്ത് ഫസ്റ്റ് we will have to write the product term. Then ആ പ്രൊഡക്റ്റ് ടേമിൻ്റെ അകത്ത് റിക്വയർഡ് ആയിട്ട് വരുന്ന ഇൻപുട്സ്, ടോട്ടൽ ഇൻപുട്സ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്? ABC ആണ് ഇവിടെ ഓൾറെഡി വേരിയബിൾസ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ABC ആൻഡ് ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് f1 ആൻഡ് f2. ഓക്കെ, സോ അത് f1 f2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്ര സാധനം ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് എങ്ങനെ ഫിൽ ചെയ്യാം എന്നുള്ളതാണ്. സോ അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് ടേംസ് എടുക്കുക. ഇവിടെ ഇപ്പോൾ ഏതാണ്? AC. സോ AC ആദ്യം എഴുതുന്നു. പിന്നത്തെ പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് BC. പിന്നത്തെ പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് AB bar. AC ഓൾറെഡി ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ വീണ്ടും എഴുതേണ്ട. യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ടേംസ് മാത്രമേ നമ്മൾ ഈ ഒരു PLA പ്രോഗ്രാം ടേബിളിനകത്ത് എഴുതത്തുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നോക്കിയാൽ മതി. ഈ ഒരു പ്രൊഡക്റ്റ് ടേം ഫോം ചെയ്യാനായിട്ട് ഈ A വേണോ B വേണോ C വേണോ ഏതൊക്കെയാണ് വേണ്ടതെന്ന് മാത്രം നോക്കുക. ഓക്കെ, അപ്പം ബാർഡ് അല്ല എങ്കിൽ നമ്മൾ 1 ഇട്ട് കൊടുക്കും, ബാർഡ് ആണെങ്കിൽ 0 ഇട്ട് കൊടുക്കും. ഇനി ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഡാഷ് ഇട്ട് കൊടുക്കും. നമ്മളെ ക്വീൻ മക്ലസ് ക്യൂവിൽ ചെയ്തതിന് സിമിലർ ആയിട്ട് സെയിം പരിപാടി തന്നെ. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ A വേണം അല്ലേ. A ബാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹിയർ 1. B ഉണ്ടോ? ഇല്ല. സോ വിൽ യൂസ് എ ഡാഷ് ഫോർ B. ആൻഡ് C ഉണ്ട് ആൻഡ് ഓൾസോ ബാറിനുള്ള. therefore C അവിടെ നമ്മൾ 1 ഇട്ട് കൊടുക്കുന്നു. ആൻഡ് ദിസ് AC എന്ന് പറയുന്ന ടേം എവിടെയുണ്ട്? f1-ലുണ്ടോ? ഉണ്ട്. therefore we will give a 1 for f1. f2-ലുണ്ടോ? ഉണ്ട്. f2-ലും ഉണ്ട് അല്ലേ. therefore f2-ന് എവിടെ നമ്മളൊരു 1 ഇട്ട് കൊടുക്കുന്നു. now നമ്മൾ BC എന്ന് പറയുന്ന ടേം നോക്കുകയാണ്. ഓക്കെ, സോ BC-ൽ A ഉണ്ടോ? ഇല്ല. therefore ഡാഷ് ഇട്ട് കൊടുക്കുന്നു. B ഉണ്ട്, നോട്ടഡ് അല്ല, therefore 1. C ഉണ്ട്, നോട്ടഡ് അല്ല, therefore 1. സോ BC എന്ന് പറയുന്ന ടേം f1-ലുണ്ട്, therefore f1-ന് അവിടെ നമ്മൾ 1 ഇട്ട് കൊടുക്കുന്നു. f2-ലില്ല, therefore അവിടെ നമ്മൾ ഡാഷ് ഇട്ട് കൊടുക്കുന്നു. നൗ AB bar എന്ന് പറയുന്ന ടേം നമ്മൾ നോക്കുവാണ്. സോ AB bar എന്ന് പറയുന്ന ടേം A വേണോ? വേണം. therefore 1. B എന്ന് പറയുന്ന ടേം ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ടഡ് അല്ലേ. therefore അവിടെ B അവിടെ നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. C എന്ന് പറയുന്ന ടേം ഇല്ല, therefore ഡാഷ് ഇട്ട് കൊടുക്കുന്നു. ഇനി അത് ഇവിടെ ഉണ്ടോ? AB bar ഇവിടെ f1-ലുണ്ടോ? ഇല്ല. therefore അവിടെ നമ്മൾ ഡാഷ് ഇട്ട് കൊടുക്കുന്നു. f2-ലുണ്ടോ? ഉണ്ട്. therefore അവിടെ നമ്മൾ 1 ഇട്ട് കൊടുക്കുന്നു. so that is the PLA program table. now we have to see is the step 3, which is implementation.
സോ സ്റ്റെപ്പ് 3 ഇംപ്ലിമെൻറ്റേഷൻ ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. സോ F1 എന്ന് പറയുന്നത് AC plus BC, F2 is equal to AB bar plus AC. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂസിങ് PLA ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു PLAയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ബോത്ത് ആൻഡ് അറേ ആസ് വെൽ ആസ് ഓർ അറേ എന്ന് പറയുന്നത് ആർ പ്രോഗ്രാമബിൾ. ഓക്കെ, റോമിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻഡ് അറേ വാസ് ഫിക്സ്ഡ്, അതുകൊണ്ടായിരുന്നു നമ്മൾ അവിടെ ഒരു ഡീകോഡർ വെച്ച് റീപ്ലേസ് ചെയ്തിരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു കേസിൽ വരുവാണെങ്കിൽ ആൻഡ് അറേയും ഓർ അറേയും പ്രോഗ്രാമബിൾ ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഈ റെഗുലർ നോട്ടിനെ യൂസ് ചെയ്യത്തില്ല കേട്ടോ. ഈ ഒരു കേസിൽ നമ്മൾ ഈ ഒരു ബഫറിനെ വെച്ചിട്ടായിരിക്കും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ബഫർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ലൈൻസും കൂടെ വരച്ച് വെച്ചാൽ ആയിക്കോട്ടെ. എ ബാർ, ബി ബാർ, സി. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ എ ബാർ എന്ന് കൊടുക്കുന്നേ ഉള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ നോട്ടൊന്ന് വരച്ചോണേ. സി ബാർ. ഓക്കെ, സോ അപ്പം നമ്മുടെ ബഫറിൻ്റെ ഒരു ഇന്നെന്ന് പറയുന്നത് എയിലേക്കും, സോറി ഇന്നല്ല ഔട്ട്, മറ്റേന്ന് പറയുന്നത് എ ബാറിലേക്കും പോകുന്നു. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഇൻപുട്ട്. പിന്നത്തേതെന്ന് പറയുന്നത് ബി ആൻഡ് B bar, so this is B. This is C. Okay, so ഇത്രയും കഴിഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരേ മീൻസ് ലൈൻ കണക്റ്റഡ് ആണെന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കിനി ആൻഡ് അറേ ആണ് നമ്മളിതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ആൻഡ് ഗേറ്റ്സ് വേണം? എത്ര പ്രൊഡക്റ്റ് ടേംസ് ഉണ്ടാവും? 1, 2, 3 അല്ലേ? സോ 3 പ്രൊഡക്റ്റ് ടേംസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻഡ് ഗേറ്റ്സ് വേണം. ഫസ്റ്റ് ആൻഡ് ഗേറ്റ്, സെക്കൻഡ് ആൻഡ് ഗേറ്റ്, തേർഡ് ആൻഡ് ഗേറ്റ്. ആദ്യത്തെ പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് AC വേണം, പിന്നെ BC വേണം, പിന്നെ വരുന്നത് AB ബാർ. ഓക്കെ, സോ അപ്പോൾ ACക്ക് വേണ്ടിയിട്ട് A അല്ലേ? നേരത്തെ പോലെ തന്നെ നമ്മൾ ആൻഡ് ഗേറ്റ്, ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആൻഡ് ഗേറ്റ് നമ്മൾ ഓർ ഗേറ്റ് ആയിരുന്നു നേരത്തെ നമ്മൾ സിംഗിൾ ലൈൻ കാണിച്ച പോലെ തന്നെ ഇവിടെ നമ്മൾ ആൻഡിന് ഓരോ സിംഗിൾ ലൈൻ കാണിക്കും. ഇനി കണക്ഷൻ വേണ്ടിടത്ത് മാത്രം നമ്മൾ എന്തിട്ട് കൊടുക്കും? ക്രോസ് ഇട്ട് കൊടുക്കുവേ. ഓക്കെ, അപ്പോൾ ACയുടെ കേസിൽ എന്നൊക്കെ വേണം? A വേണം, പിന്നെന്താ വേണ്ടിയത്? C വേണം. സോ AC. പിന്നത്തേന്ന് പറയുന്നത് BC. സോ എന്ത് വേണം? B വേണം, പിന്നെ C വേണം. സോ അതിനെ നമ്മൾ ക്രോസ് ചെയ്തു. ഇത് വേണമെന്നുണ്ടെങ്കിൽ A വേണം, B ബാർ. ഓക്കെ, സോ നമ്മുടെ 3 പ്രൊഡക്റ്റ് ടേംസ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 പ്രൊഡക്റ്റ് ടേംസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടിയത് എന്താണ്? ഈ F1 F2 അല്ല ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആൻഡ് അറേയുടെ പരിപാടി ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ വേണ്ടിയത്? ഓർ അറേയും കൂടെ വേണ്ടിയതായിട്ട് ഉണ്ട്. സോ ഈ ഒരു ഔട്ടിനെയും കൂടി ഒന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എത്ര ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഉണ്ട്? F1 ആൻഡ് F2 രണ്ടെണ്ണം അല്ലേ? നേരത്തെ നമ്മൾ വരച്ച പോലെ തന്നെ ഇവിടെ നമ്മൾ 2 ഓർ ഗേറ്റ്സ്, F1ന് വേണ്ടിയിട്ട് ഒരു ഓർ ഗേറ്റും F2ന് വേണ്ടിയിട്ട് ഒരു ഓർ ഗേറ്റും ആണ് വേണ്ടി വരിക. സോ ഒരു സിംഗിൾ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് F1ന് വേണ്ടിയിട്ട് ഏതൊക്കെ വേണ്ടി വരുന്നത്? ACയും BCയും. സോ AC ക്രോസ് ചെയ്യുന്നുണ്ട്, BC ക്രോസ് ചെയ്യുന്നുണ്ട്. F2ന് വേണ്ടിയിട്ടോ AB ബാറും അതേപോലെ തന്നെ ACയും ക്രോസ് ചെയ്യുന്നുണ്ട്. സോ ദ ടു സം ടേംസ് രണ്ടെണ്ണം ആയി. ഇതാണ് പ്രോബ്ലം. ജസ്റ്റ് ഒന്ന് നോക്കിക്കാൻ മനസ്സിലായില്ലേ എന്നുള്ളത്.